ഇടുക്കി പെരുവന്താനം പഞ്ചായത്തിലെ കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മായിലിന്റെ മകളുടെ ചികിത്സാ ചിലവ് CPIM ഏറ്റെടുക്കും. സോഫിയയുടെ വീട്ടിലെത്തിയാണ് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇക്കാര്യം അറിയിച്ചത്. കൊമ്പൻപാറയിൽ നേരത്തെ 40-ലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ്. വന്യമൃഗ ആക്രമണം വർദ്ധിച്ചതോടുകൂടി അവിടം വിട്ടുപോകാൻ വേറെ മാർഗങ്ങൾ ഒന്നുമില്ലാതിരുന്ന 3 കുടുംബങ്ങൾ മാത്രം അവശേഷിച്ചു. അതിൽ ഒരാളുടെ ജീവനാണ് കാട്ടാനയെടുത്തത്. സോഫിയയുടെ കുടുംബത്തെ വീട്ടിലെത്തി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് സന്ദർശിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ, ഏലപ്പാറ ഏരിയ സെക്രട്ടറി MD സജി, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം B അനൂപ് എന്നിവർക്കൊപ്പമാണ് CV വർഗീസ് എത്തിയത്. സോഫിയയുടെ ഭിന്നശേഷിക്കാരിയായ മകളുടെ ചികിത്സാ ചെലവ് പാർട്ടി ഏറ്റെടുക്കുമെന്ന് CV വർഗീസ് പറഞ്ഞു. മതമ്പ എന്ന പ്രദേശത്ത് സോഫിയ എന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമായി ദാരുണമായി കൊലയപ്പെട്ടു. ഒരു പെൺകുട്ടിയും പറക്കമുറ്റാത്ത ഒരു വിദ്യാർത്ഥിയായ കുട്ടിയും ഉൾപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാനാണ് CPM ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചുള്ളത്. TR&D എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് മൂലമാണ് വനസമാനമായ അവസ്ഥയിലേക്ക് ആ മേഖല എത്തിയത് എന്ന് CV വർഗീസ് പറഞ്ഞു. ഈ പ്രദേശമെല്ലാം വനനിബിഡമായി മാറുന്നതിന് കാരണമായിട്ടുള്ളത് TR&D എസ്റ്റേറ്റിൽ തോട്ടം അടയ്ക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി തോട്ട ഉടമകൾ കാട് വെട്ടി തെളിക്കുന്നതിന് വേണ്ടി തയ്യാറായതിൻ്റെ ഭാഗമായി വന്ന് ശബരിമല വനാന്തരത്തിനോടൊപ്പം ചേർന്ന് മറ്റൊരു വനമായി ഈ പ്രദേശം മാറിയിരിക്കുക. നിലവിൽ അവിടെ താമസിക്കുന്ന 3 കുടുംബങ്ങളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്നും CV വർഗീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.